ഹിറ്റ്മാനെ അനുകരിക്കാൻ നോക്കിയതാണ്, പക്ഷേ ഒത്തില്ല. പെഷവാർ സാൽമി പാകിസ്ഥാൻ സൂപ്പർ ലീഗ് കിരീടമണിഞ്ഞിട്ടും ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോറായിട്ടും ബാബർ അസമിന് എയറിൽ നിന്നിറങ്ങാൻ ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു പാകിസ്ഥാൻ സൂപ്പർ ലീഗ് കലാശപ്പോര്. ഹൈദരാബാദ് കിങ്സ്മനും പെഷവാർ സാൽമിയും ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടി. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദിൻ്റെ പോരാട്ടം 18 ഓവറിൽ 129 റൺസിന് അവസാനിച്ചു. പെഷവാർ 15.2 ഓവറിൽ കളി ജയിച്ചു. ആരോൺ ഹാഡിയും അബ്ദുസമദുമായിരുന്നു പെഷവാറിൻ്റെ വിജയശില്പികൾ. കളിയിൽ 50 കുറിച്ച ഹാഡി നേരത്തെ 4 ഓവറിൽ 27 റൺസ് വഴങ്ങി 4 വിക്കറ്റും വീഴ്ത്തിയിരുന്നു. കളിക്ക് ശേഷം മുഹ്സിൻ നഖ്വിയുടെ കയ്യിൽ നിന്ന് കിരീടം ഏറ്റുവാങ്ങാനായി പോഡിയത്തിലേക്ക് പെഷവാർ ക്യാപ്റ്റൻ ബാബർ അസം വന്നത് രോഹിത് ശർമ്മ സ്റ്റൈലിലാണ്. 2024 T20 ലോകകപ്പ് നേടിയപ്പോൾ ജയ്ഷായുടെ കയ്യിൽ നിന്ന് കിരീടം ഏറ്റുവാങ്ങാനായി രോഹിത് ശർമ്മ നടന്നെത്തിയ സ്റ്റൈലാണ് ബാബർ അനുകരിച്ചത്. ഇഫ്തിഖാർ അഹമ്മദ് അടക്കം മറ്റുള്ള താരങ്ങളൊക്കെ പോഡിയത്തിൻ്റെ കോർണറിൽ ബാബറിനെ കാത്തു നിൽക്കുകയായിരുന്നു. കിരീടം നേടിയ ഉടൻ ബാബർ ട്രോഫി ആകാശത്തേക്ക് ഉയർത്തി. പിന്നെയാണ് ടീം അംഗങ്ങൾ നായകനടുത്തേക്ക് നടന്നെത്തിയത്. ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ബാബറിന് ട്രോൾ മഴയാണ്. രോഹിത്തിനെ കോപ്പി ചെയ്യാൻ നോക്കിയതാണെന്നും ഒത്തില്ലെന്നുമൊക്കെ പലരും കമൻ്റ് എഴുതി. കാര്യം എന്തൊക്കെയാണെങ്കിലും ബാബറിൻ്റെ തിരിച്ചുവരവിന് സാക്ഷിയായ സീസണായിരുന്നു PSL ഇത്. ഏറെക്കാലമായി ഫോം ഔട്ടിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങളാണ് ബാബറിനെതിരെ ഉയരുന്നത്. T20 ലോകകപ്പ് ടീമിൽ ഇടം പിടിച്ചിരുന്നെങ്കിലും അമ്പേ നിറമങ്ങി. 4 ഇന്നിങ്സിൽ നിന്ന് 91 റൺസായിരുന്നു സമ്പാദ്യം. അതിനു മുമ്പ് ബിഗ് ബാഷ് ലീഗിലേക്ക് വലിയ കുട്ടിക്കോശങ്ങളുമായി എത്തിയ ബാബറിൻ്റെ മെല്ലപ്പോക്ക് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായിരുന്നു. ആദം ഗിൽക്രിസ്റ്റ് അടക്കം ഓസീസ് ഇതിഹാസങ്ങൾ പലരും കടുത്ത ഭാഷയിലാണ് അന്ന് പാക് താരത്തെ വിമർശിച്ചത്. ഒരു മത്സരത്തിൽ ബാബറിൻ്റെ മെല്ലപ്പോക്ക് കണ്ട് സഹതാരമായ സ്റ്റീവ് സ്മിത്ത് താരത്തിന് സിംഗിൾ നിഷേധിക്കുന്നത് വരെ കണ്ടു. പിന്നീട് പുറത്തായി മടങ്ങുമ്പോൾ ബൗണ്ടറി റോപ്പ് അടിച്ചു തെറിപ്പിച്ച് ബാബർ അമർഷം പരസ്യമാക്കി. എന്നാൽ വിമർശകർക്കൊക്കെ ബാബർ ഈ സീസൺ PSLൽ മറുപടി നൽകി. 11 മത്സരങ്ങളിൽ നിന്ന് 588 റൺസുമായി ഇക്കുറി റൺവേട്ടക്കാരുടെ പട്ടികയിൽ ഒന്നാമനാണ് ബാബർ. സീസണിൽ 2 സെഞ്ചുറികൾ പെഷവാർ നായകൻ്റെ ബാറ്റിൽ നിന്ന് പറന്നു. PSLൻ്റെ ചരിത്രത്തിൽ 2 സെഞ്ചുറികൾ കുറിക്കുന്ന രണ്ടാമത്തെ മാത്രം താരമാണ് ബാബർ. PSLൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരമെന്ന റെക്കോർഡും ബാബറിൻ്റെ പേരിലാണുള്ളത്. 4 സെഞ്ചുറികൾ പാക് താരത്തിൻ്റെ പേരിലുണ്ട്. 3 ഫോർമാറ്റിലും തനിക്ക് കളിക്കാനാകുമെന്നും അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും കഴിഞ്ഞ ദിവസം ബാബർ പ്രതികരിച്ചു. സീസണിൽ 145 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയ ബാബറിൻ്റെ പേരിൽ 3 50കളുമുണ്ട്. 73.5 ബാറ്റിംഗ് ആവറേജ്. 550 റൺസ് നേടിയ കുശാൽ മെൻഡിസാണ് ഇക്കുറി ടോപ്പ് സ്കോറർമാരുടെ ലിസ്റ്റിൽ രണ്ടാമത്. ഫഖർ ജമാൻ 3ാം സ്ഥാനത്താണെങ്കിൽ ഉസ്മാൻ ഖാനാണ് 4ാം സ്ഥാനത്ത്. 380 റൺസ് വീതം സ്കോർ ചെയ്ത സാഹിബ്സാദ ഫർഹാനും സ്റ്റീവ് സ്മിത്തുമാണ് 5ാം സ്ഥാനത്ത്. 22 വിക്കറ്റുമായി സുഫിയാൻ മുക്കീമാണ് വിക്കറ്റ് വേട്ടക്കാരിൽ ഒന്നാമത്. ഷതാബ് ഖാൻ 3ാം സ്ഥാനത്തും ഷഹീൻ അഫ്രീദി 5ാം സ്ഥാനത്തുമാണ്.